ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ പറഞ്ഞ പോലെ മോദിജിയായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഈ കേരളത്തിൽ ഒരു BJP ഭരണം, BJP മുഖ്യമന്ത്രി വരുന്ന ഏത് വർഷമായിരിക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു, കാരണം എനിക്കറിയാം വളരെ പ്രൊഫഷണലായിട്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഈ കേരളം പിടിക്കാൻ വേണ്ടിയാണ് BJPയുടെ ഒരു തന്ത്രം എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ വരുമ്പോൾ എത്ര വർഷത്തിനുള്ളിൽ എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്? ഈ ഇലക്ഷന് മുമ്പ് പാർട്ടിയുടെ മണ്ഡലങ്ങളെ സംബന്ധിച്ച് സർവേ നടത്തിയതിൽ ഒരാളാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ പോലും BJPയുടെ വിന്നിങ് പൊട്ടൻഷ്യൽ 86 കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. കാരണം BJPയുടെ 15,000 വോട്ടില്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല. ഈ 86,000 വോട്ട് 20,000 കൂടുതൽ വോട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 2,000 പാർട്ടി പ്രവർത്തകർ മതി ഒരു നിയോജകമണ്ഡലത്തിൽ ജയിക്കാൻ, ധാരാളം. പാലായിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലായി മത്സരിക്കാൻ വന്നു. ഇവരെല്ലാം പറയുന്നത് 25,000 വോട്ടാണ് BJPക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. BJPയുടെ ഇതിന് മുമ്പത്തെ ഇലക്ഷൻ 10,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്റ്റാറ്റിക്സ് ഒക്കെ വെച്ച് ഞാനെങ്ങനെ പാലായി ജയിക്കുന്നത്? പക്ഷേ ഇപ്പോൾ പാലായിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഷോൺ ജോർജ് ജയിക്കും. എന്തുകൊണ്ടാണ്? എത്ര BJPയെ സംബന്ധിച്ചിടത്ത് വോട്ടിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ ആ വോട്ടിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ അത്രയും പ്രവർത്തകരുണ്ടെന്ന് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ 15,000 വോട്ട് കിട്ടിയ ഒരു സ്ഥലത്ത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു നിയോജകമണ്ഡലം ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ കിട്ടിയത് 30,000 വോട്ടാണ്. 30,000 പ്രവർത്തകർ അതിന് തോക്കുമെന്ന് ഉറപ്പിച്ച് പോയി വോട്ട് ചെയ്യുന്ന. ഇപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ 5,000 വോട്ട് കിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് അവർക്ക് ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത അവർക്ക് മുഖങ്ങളുണ്ട്. പ്രശസ്തമായ മുൻ MLA-മാർ, MP-മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ടിരിക്കുന്ന മുഖങ്ങളുണ്ട്. CPM-നുണ്ട്. BJPക്ക് കുറച്ച് മുഖങ്ങളുടെ ഷോർട്ടേജ് ഞങ്ങൾക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഇനി 5 വർഷത്തിനപ്പുറത്ത് ഇപ്പോൾ ചിലപ്പോൾ 2029 ചിലപ്പോൾ 1 India 1 election വരാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അല്ല എങ്കിൽ ഇനി 5 വർഷത്തിനപ്പുറത്ത് BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകും. അങ്ങനെ ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് ഞങ്ങൾക്ക് ഈ രണ്ടുപേരും കൂടെ കൂടാൻ പറ്റില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യം, വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സംഘടനയുടെ പേര് പറഞ്ഞു, SDPI. ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എത്രത്തോളം തീവ്രമാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ്? ഞങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ മുസ്ലിം വിരോധികളായി മാറും. ശരിക്കും ചില കോൺസെൻട്രേഷൻ ഏരിയകളുണ്ട്. മൂവാറ്റുപുഴ, ഇരാറ്റുപേട്ട, അതുപോലെ അങ്കമാലി, അങ്ങനെ ചില കോൺസെൻട്രേഷൻ ഏരിയയിൽ ഈ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. PC ജോർജ് മുസ്ലിം വിരോധിയായത് 2019 K. സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോഴാണ്. അതിനുശേഷം വല്ലാണ്ടാകുന്നു. പിന്നെ പുള്ളി അദ്ദേഹത്തിന് സ്വഭാവം അറിയാമല്ലോ, ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചും പറയും. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, ഒരു സംശയം വേണം. ഇപ്പോഴും ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം പിതൃത്വം ഈ SDPക്കും ജമാഅത്തെ ഇസ്ലാമിക്കും കൊണ്ട് ഈ കോൺഗ്രസ് CPM കൂടെ കൊടുത്തു. ഇപ്പം അവർ പറയുന്നിടത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചലിക്കാൻ പറ്റും. വളരെ ഞാൻ 6 പേരെ PFI-യുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്രയോ ഉള്ള ആളുകൾ ഇവരുമായിട്ട് റിലേറ്റഡാണ്. അപ്പം രാജ്യവിരുദ്ധമായ ഒരു ശക്തി, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്കും എൻ്റെ അപ്പനും ഈരാറ്റുപേട്ടയിൽ ഊരുവിലക്കാം. ശരി, ഒരു കല്യാണത്തിന് വിളിക്കാൻ പറ്റില്ല, മരിച്ചടക്കിന് പോകാൻ പറ്റില്ല. എന്തിന്? കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഞങ്ങൾ പങ്കെടുത്ത, ഇനി ഞങ്ങളെ കല്യാണം വിളിച്ചാൽ ആ കല്യാണം അവിടുത്തെ 3 മഹലുകളുണ്ട്. ആ 3 മഹലും തീരുമാനം എടുത്തിട്ടുണ്ട്. PC ജോർജിൻ്റെ മകനെ കല്യാണം വിളിച്ചാൽ ആ കല്യാണം പള്ളി രജിസ്റ്റർ ചെയ്യില്ല. ഇത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ് അങ്ങനെ ഒരു നാട്. ഞാനിപ്പോൾ പാലായിലോട്ട് താമസം മാറി. ഞാൻ പാലായിട്ട് താമസം മാറാൻ പറ്റില്ല. അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റും. എനിക്കവിടെ പേടിച്ചിട്ടൊന്നുമല്ല. ഇത്രയും കാലം ഞാനവിടെ ജീവിച്ചത്, എന്നെ ഒരു കുഞ്ഞുകാനില്ല. പക്ഷേ അങ്ങനെ ഒരു നാട്ടിൽ നമുക്ക് എങ്ങനെ ജീവിക്കും? എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ മക്കൾ ഇനി അവിടെ ജീവിക്കേണ്ട എന്ന തീരുമാനം തന്നെയാണ് ഞാൻ പാലായിക്ക് മാറുന്നത്. ഇനി ഒരേ ഒരു ദിവസം മോദിജി ആ പ്രധാനമന്ത്രി കസേരയിൽ ഇല്ലെങ്കിൽ, അല്ല BJPയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം 24 മണിക്കൂർ മാറി നിന്നാൽ ഇന്ത്യയിൽ 3 സ്റ്റേറ്റുകൾ രാജ്യങ്ങളായി മാറും, സ്വതന്ത്ര രാജ്യങ്ങളായി മാറും. അതിലൊന്ന് കേരളമായിരിക്കും, 2 ബംഗാളായിരിക്കും, 3 കാശ്മീരായിരിക്കും.
കാരണം അതിനുള്ള കരാർ ഒപ്പിട്ടിട്ട് തന്നെയാണ് ഈ കോൺഗ്രസ് ഇവരെ കൊണ്ട് നടക്കുന്നത്. ഈ എങ്ങനെയും BJPയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ആൻറ്റി നാഷണൽ എലമെൻസിനെ മുഴുവൻ ചുമക്കുന്നത് കോൺഗ്രസ്സാണ്. കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്തിനാണ് കോൺഗ്രസ്സിന് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആവശ്യം? മുസ്ലിം ലീഗ് ഉള്ള ഒരു മുന്നണിയിൽ എന്തിനാ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത്? അവർ മതരാഷ്ട്രവാദമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ അടുത്തും പറഞ്ഞു. വി.ഡി. സതീശൻ പറഞ്ഞു അവരുടെ ഇപ്പം നിലപാടൊക്കെ മാറിയത്. അതെങ്ങനെയാണ് കാക്ക കുടിച്ചാൽ കൊക്കാവും? ശരിയാണ്. ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം ലീഗ് ഒരു തീവ്ര സ്വഭാവം ഇല്ലാത്ത, എപ്പോഴും ഇപ്പം നമ്മൾ അതിൻ്റെ തലപ്പത്തൊക്കെ ഉള്ളവർ എപ്പോഴും ഒരു മൈൽഡായിട്ടുള്ള നിലപാട് എടുക്കാറുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പം ഇവരിവിടെ വന്നപ്പോഴേക്കും തീവ്രത അതിലിങ്ങനെ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കല്യാണങ്ങൾക്ക് വിളിക്കാതെ പോകാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ മരണങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ളവരേക്ക് വിളിക്കാതെ പോയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുക, മനുഷ്യ വീട്ടിൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻസൾട്ടാണ്. നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അതുപോലെ പരിചയമുള്ള ആളുകൾ എല്ലാവരും അല്ല കേട്ടോ. എന്നാൽ അതിനകത്ത് ഒരു 20% ആളുകൾ എന്നാ ചാക്കോച്ച എന്ന് ചോദിച്ചാൽ എന്നാ ചാക്കോച്ച നാട്ടിൽ വിളിക്കുന്നു, ചാക്കോച്ച എന്ന് കയ്യെ പിടിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾ നമ്മളെ കാണുമ്പോൾ എന്തോ വലിയ പാതം, ഞാൻ എന്ത് പാതം ചെയ്ത്, ഞാൻ ഇന്ന് വരെയും ഇസ്ലാമിനെതിരെയും പരിശുദ്ധ ഖുറാനെതിരെയും ഒരക്ഷരം ഞാൻ മോശം പറഞ്ഞിട്ടില്ല. പക്ഷേ STPക്കെതിരെ പറയാന്നുള്ളത് എൻ്റെ രാജ്യത്തോടുള്ള കടമയാണ്. നിരോധിത സംഘടനയാണ് PFI, അതിൻ്റെ ശിഷ്യന്മാരായത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. സെക്കുലറിസം എന്ന് 24 മണിക്കൂറും രാവും പകലും പറയുന്ന കോൺഗ്രസ് ചുമന്നു നടക്കാന്മാരെ എനിക്കതിനെതിരെ പറയാതിരിക്കാൻ പറ്റുമോ? എൻ്റെ രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഞാൻ ഈ തെരഞ്ഞെടുപ്പിലും പറഞ്ഞല്ലോ. എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരാളുടെ വോട്ടും എനിക്ക് വേണം. PC ജോർജും പറഞ്ഞിട്ടുണ്ട്, ഷോൺ ജോർജും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരു സഹോദരൻ്റെയും, അത് ഇസ്ലാമാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദു ആകട്ടെ, ഈ രാജ്യത്തോട് ബഹുമാനവും സ്നേഹമില്ലാത്ത ആരുടെ വോട്ട് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഈ മരണത്തിൻ്റെ കാര്യം പറഞ്ഞു. തൊട്ട് ബാക്കിൽ, വീടിൻ്റെ ബാക്കിൽ ബഷീർ എന്നാ പറയുന്നത്, എന്നെക്കാളും 3-4-5 വയസ്സ് ബഷീറിന് കൂടുതലാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഒരു മതിൽ കഴിഞ്ഞ് ഇച്ചിരി താഴെയാണ് അവർ താമസിക്കുന്നത്. ഞാൻ ഇദ്ദേഹമായിട്ട് വളരെ കൂട്ടം നമ്മളെ ഇപ്പം കണ്ടാലും സംസാരിക്കും. അതുപോലെ ബഷീർ മരിച്ച് ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എൻ്റെ ഒരു സഹോദരനെ പോലെ എനിക്ക് ബന്ധമുണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞാൽ ബഷീർ മരിച്ചത് എനിക്കറിയാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ പോലും നമ്മൾ തൊട്ടയലോക്കത്തെ മരണം പോലും ഇത് അറിയില്ല. അവിടുന്ന് വേറെ വഴിയാണ് അവർ പോകുന്നത്. അപ്പം ആ കമ്മ്യൂണിക്കേഷൻ പോലും നമുക്ക് നമ്മളെ സഹോദരനെ പോലെ കരുതിയ ഒരാളുടെ മരിച്ചത് പോലും നമ്മൾ അറിയാത്ത സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ചായ കുടിക്കാൻ വന്നതിൻ്റെ പേരിൽ ചെറുപ്പക്കാരൻ പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. അവിടെ ഈ ചേനാട് കവലയിലൊരു ഫേമസ് ചേട്ടൻ പോയിട്ടുണ്ടെന്ന് അറിയില്ല, പൊറോട്ടയും മട്ടനും കിട്ടുന്നൊരു സൂപ്പർ കട ഉണ്ട്. അങ്ങോട്ട് പോയൊക്കെ ഞങ്ങൾ പൊറോട്ടയും മട്ടനും കിട്ടുന്ന ഹുസൈൻ കട എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു വലിയ സുഹൃത്താണ്. അവനെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുക. ഞങ്ങൾ മിക്കവാറും രാവിലെ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന സമയത്ത് ഈ ക്രിസ്റ്റോ അതിലെ വന്നു. അവൻ ഞങ്ങൾ നിൽക്കുന്നൊരു ഫോട്ടോ, ഞങ്ങളവിടെ പുറത്ത് ചായ കുടിച്ച് ചായ നിൽക്കുക, ഞാനൊരു ഒരു മറ്റേ ഷോർട്ട്സ് ഇട്ട് ഞങ്ങളവിടെ നിൽക്കുന്നൊരു ഫോട്ടോ ഇവനെടുത്തു. അപ്പം ഈ ഫോട്ടോ അതിൻ്റെ എനിക്ക് അയച്ചപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. ചായ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രാവിലെ ഒരു കാൻഡിഡ് ഫോട്ടോ. ഓക്കെ, നല്ലൊരു ഫോട്ടോ കിട്ടിയല്ലേ, ഞാനെടുത്ത് ഫേസ്ബുക്ക് ഇട്ട്. 70 ഒപ്പം ഒരു ചായ കുടി. എൻ്റെ പൊന്നെ, ആ ചെറുപ്പക്കാരന് പള്ളിയിൽ പോലും പോകാൻ മേലാത്ത അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് അവന് ഈ ഹോട്ടലിൽ ചെന്നൊരു 20 പേര് ഭീഷണിപ്പെടുത്തി, നീ എന്തിനാണ് ചായ കുടിച്ചത്? ഏത് എൻ്റെ വീടിന് 200 മീറ്റർ അപ്പുറത്ത് ഉള്ള ചായക്കടയിൽ ചായ കുടിക്കുന്നതിന് ഉള്ള പ്രശ്നമാണ്. ആരും വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളവിടെ ചായ കുടിച്ച നായമാരി എന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഷോൺ ജോർജിനോടുള്ള പ്രശ്നമാണ്. അല്ല, ഞാൻ അവനോട് എന്ന് പറഞ്ഞാൽ അവനെന്താ പറഞ്ഞു, എൻ്റെ വേടയിൽ അവൻ ഇനി വന്നാൽ ഇനി ഞാൻ ചായ കുടിക്കും. അങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള സഹോദരങ്ങളുണ്ട്, മുസ്ലിം സുഹൃത്തുക്കൾക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞാലേ എന്തൊക്കെ പറഞ്ഞാലും BJP എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലായ ഹിന്ദുത്വ പാർട്ടി എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിലേക്ക് ഇപ്പോഴും അങ്ങനെ കാര്യമായ രീതിയിൽ പോയിട്ടില്ല. ഇപ്പോൾ പാലായിൽ ഷോൺ ജയിച്ചാലായിരിക്കും ഒരുപക്ഷെ ക്രിസ്ത്യാനികളും BJP ഏറ്റെടുത്തു നമുക്ക് തോന്നുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ പോരാട്ടം. അങ്ങനെ വരുമ്പോൾ എന്താണ് BJPക്കെതിരെയുള്ള ആ ചീത്തപ്പേര് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഞാൻ മാറ്റും. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഷോൺ, നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നവർ, കാരണം ഇത് കാരണം വെച്ചാൽ കേരളത്തിൽ BJP പ്രതിരോധിച്ച് നിർത്താൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ പലപ്പോഴും നിങ്ങൾ നായന്മാർക്കൊട്ട് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾ സമദൂരം, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എങ്കിലുമേ നമ്മളിപ്പോൾ BJP ഒന്ന് സ്നേഹിച്ച് വരുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാം വടക്കേന്ത്യയിലൊക്കെ ഈ കാഷായമൊക്കെ ഇട്ട് ഓരോ
കക്ഷികൾ വന്നിട്ട് ബീഫ് കഴിച്ചാൽ തല്ലി കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ക്രിസ്മസിൻ്റെ അവധി പിൻവലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അത് ഭയങ്കര ആശങ്ക വരികയല്ലേ? അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ കാര്യത്തിലും അത്തരം ചില ഇഷ്യൂസ് അല്ലേ? സീരിയസ് ഇത്തരം സംസ്ഥാനങ്ങളിലെ ഒരു ഘടകമല്ല. ഇവിടെ ഇപ്പം നമ്മൾ ജെയിൻ വംശത്തിൽപ്പെടുന്ന ആളുകൾ എറണാകുളത്തുണ്ട്. അവരുടെ അവധി ദിവസം ചേട്ടൻ അറിയാമോ? ഇല്ല. വീരേന്ദ്രകുമാറിൻ്റെ ഒക്കെ അവരൊക്കെ മീൻസ് അമിത്ഷാജിയുടെ ഒക്കെ അവർ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് മട്ടാഞ്ചേരി താമസിക്കുന്നുണ്ട്. അവരുടെ അവധി ദിവസം അവരുടെ ആഘോഷവും ചേട്ടൻ അറിയാമോ? അതുപോലെയാണ് ഇന്ത്യയിലൊരു 15 സ്റ്റേറ്റിലെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു അവസ്ഥ. അത്രേ ഉള്ളൂ. വളരെ മൈന്യൂട്ടാണ്. അപ്പം എന്നാൽ ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റുകളുണ്ട്. മേഘാലയ ഇങ്ങനെ പറഞ്ഞ സ്റ്റേറ്റുകളുണ്ട്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ 5 സ്റ്റേറ്റുകളിൽ നിന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രബലമാണ്. അവിടെയൊന്നും ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിലാണ് അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടാണ് എന്ന് വെച്ചുകൊണ്ട് ഇവിടെ ഇതൊന്നും ഇല്ല എന്ന് നടക്കുന്നില്ല. ഈ ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി കൺവേർഷൻ നടത്തുന്നതിന് മാത്രമല്ല, പ്രലോഭനങ്ങളിലൂടെ കൺവേർഷൻ നടത്തുന്നതാണ് മെയിൻ. അപ്പോൾ അതിന് ശരിക്കും കത്തോലിക്ക സഭയുടെ നിലപാട് 1964 വത്തിക്കാൻ കൗൺസിൽ നിലപാടാണ്. ഒരിക്കലും ഫോഴ്സ്ഫുൾ കൺവേർഷൻ പാടില്ല എന്ന നിലപാട് സഭ സ്വീകരിച്ചിട്ടുണ്ട്. അത് ബോധ്യമില്ലാത്ത ചില ആളുകളും സംഘടനകളും ഒക്കെ അതിനുവേണ്ടി കൂടുതൽ പോകുമ്പോൾ, ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെയുള്ള ക്രിസ്ത്യാനി ജീവിക്കാൻ മാർഗമില്ലാതെ നാട് വിടുമ്പോൾ എല്ലായിടത്തും പോയി ഈ ട്രൈബ്സിനെ പിടിച്ച് ബലമായിട്ടാക്കണ്ടേ? നേരെ മറിച്ച് ഒരാൾ വിശ്വാസത്തിൽ, ഇപ്പോൾ ഒരാൾക്ക് ക്രൈസ്തവ വിശ്വാസമാണ് നല്ലത് എന്ന് തോന്നലുണ്ടാക്കി അയാൾ കടന്നു വരുന്നതിന് തെറ്റില്ല. ഒരാൾക്ക് നാളെ തോന്നുക എനിക്ക് ഹൈന്ദവ വിശ്വാസമാണ് എനിക്ക് നല്ലത് എന്ന്. അങ്ങനെ എത്രയോ ആളുകൾ അങ്ങനെ ഹൈന്ദവ വിശ്വാസം ജീവിക്കുന്ന ക്രിസ്ത്യാനികളിവിടെ ഉണ്ട്. അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസത്തിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നവരുണ്ട്. മുസ്ലിങ്ങൾ എത്ര പേര് ക്രിസ്ത്യൻസായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ ലോകത്തിൻ്റെ ഒരു പോക്കിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് ഇത്തരം സംഘടന, ഞാൻ ഈ ഛത്തീസ്ഗഡിലെ വിഷയം, കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത പ്രശ്നമുണ്ടായി. ഞാനാ പോയത്. ഞാനുണ്ടായിരുന്നു, രാജുവേട്ടനുണ്ടായിരുന്നു, അനൂപനുണ്ടായിരുന്നു. ഞങ്ങൾ പോയി ജാമ്യം എടുത്തോണ്ടാവും. ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ സിസ്റ്റർമാർ നിരപരാധികളാണ്. പക്ഷെ അവിടെ ഒരു തെറ്റുപറ്റി. അവിടെ ദുർഗ് എന്ന് പറയുന്ന ജില്ലയിൽ ഇവരെ അവിടെ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ട്രൈബ്സാണ്. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലും ഗവൺമെൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് തന്നെ അംഗീകാരം മേടിക്കണം. ഇവർ വന്ന് ജോലിയില്ലെന്ന് പറഞ്ഞ സിസ്റ്റർമാർ ജോലിക്ക് കൊണ്ടുപോയി. അല്ലാതെ അവിടെ ഒരു കൺവേർഷനിലാണ്. പക്ഷേ അത് ആ തരത്തിലേക്ക് മാറ്റപ്പെട്ടു. അതിന് ഞാൻ ഈ പറയുന്ന അന്ന് അവിടെ ഇവർക്കെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഞങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഞങ്ങളിത് എല്ലാവരും ഒന്ന് അടുപ്പിച്ച് ഒരുമിച്ച് കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ആദ്യത്തെ 2 ദിവസം വരെ എൻ്റെ ദേഷ്യമായിരുന്നു. പിന്നെ 3-ാമത്തെ ദിവസമായപ്പോൾ ഇവരുമായിട്ട് നമ്മൾ അവിടെ ചെന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണല്ലോ, കോടതി മറ്റത്തും എല്ലാത്തും. അപ്പം ഞങ്ങൾ ഇവരെ മാറ്റി നിർത്തി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്? അപ്പം അവിടെ ഈ പറയുന്ന ഈ പ്രശ്നം ഉണ്ടാക്കിയ സംഘടന എന്ന് പറയുന്നത് RSSുമായിട്ട് ബന്ധമുള്ള സംഘടന എന്നല്ല, BJP സംഘടന. അവരൊരു ഇത്തരത്തിൽ ഒരു വളരെ അഗ്രസീവായിട്ടുള്ളൊരു സംഘടനയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ഈ മതം മാറ്റപ്പെടുന്ന ആളുകളുടെ ഫാമിലിയാണ് ബേസിക്കലി ഇഷ്യൂ ഉണ്ടാക്കുന്നത്. ഞങ്ങളതിൻ്റെ കൂടെ കൂടും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ മതം മാറ്റിയ ആള് അവരുടെ പിന്നെയും അതേ ആൾ അടുത്തയാളെ മതം മാറ്റാൻ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ പിടിച്ചു വെക്കും. അവർ ചിലപ്പോൾ ഇച്ചിരി വളരെ രൂക്ഷമായിട്ടായിരിക്കും. അപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ മതം മാറ്റി കൊണ്ടുപോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് അതില്ലാതെ എല്ലായിടത്തും ഉണ്ടല്ലോ. അവരാണ് ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇവരുടെ ഫാമിലിയാണ് ഇമ്മീഡിയറ്റ്ലി ഇത്തരം കാര്യങ്ങളിലേക്ക് റിയാക്ട് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് പിന്നീട് വരുമ്പോൾ അത് പൊളിറ്റിക്സ് ആയിട്ട് മാറും. ഞാൻ പറയട്ടെ, വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കണം, വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ നിർബന്ധിത ഈ പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനം അത് വലിയ പ്രശ്നമാണ്. ഇവരെന്താ എന്നിട്ട് മലപ്പുറത്തൊന്നും പോയി മതപരിവർത്തനം നടത്താൻ? അപ്പോൾ ഈ ട്രൈബ്സിനെ ഒക്കെ ഈ മതപരിവർത്തനത്തിലേക്ക് നിർബന്ധിതമായിട്ടും പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുവരുന്ന സംഘടനകളുണ്ട്, ഇല്ലെന്നല്ല, അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത്തരം സംഘടനകൾ. പക്ഷെ അതിന് എല്ലാത്തിൻ്റെയും ചീത്തപ്പേര് മൊത്തം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം എന്നുള്ള വെപ്പായി. അപ്പോൾ അത് എന്നാലും ഞാൻ സത്യസന്ധമായി പറയല്ലോ, കേരളത്തിലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കാത്തലിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇത്തരം മതപരിവർത്തനം നടത്തുന്നില്ല. അതാണ് സത്യം. പക്ഷേ വരുമ്പോൾ ഇതെല്ലാം ക്രിസ്ത്യാനിയാണെന്നുള്ളത്. ഇങ്ങനെ നിർബന്ധിതമായി പണം കൊടുത്തൊന്നും കൺവേർഷൻ നടത്തുന്ന ഒറ്റ ക്രിസ്ത്യാനിയുടെ സംഘടന അതെല്ലാം വിഭാഗം എടുത്തു. കേരളത്തിലുള്ള 9-10 വിഭാഗം ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവരാരും ചെയ്യുന്നവരല്ല. ഇത് ഈ നോർത്ത് ഇന്ത്യ കിടന്ന് ഈ ആവശ്യമില്ലാത്ത ഒറ്റ സംഭവം കൂടെ ഡൽഹിയിൽ ഇലക്ഷൻ സമയത്ത്
ഞാൻ ഡൽഹി ഓഫീസിലുണ്ട്. ഞാൻ ഡൽഹി ഇലക്ഷൻ എനിക്ക് ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉള്ള സമയത്ത് രാജീവേട്ടൻ വന്നു. രാജീവേട്ടൻ വന്ന് കേരളത്തിൽ അങ്ങോട്ട് വന്നു. രാജീവേട്ടൻ കാണാൻ വേണ്ടി ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ പെട്ടെന്നൊരു ഫ്ലാഷ് ന്യൂസ്, ഡൽഹിയിൽ ഒരു പാസ്റ്ററെ ആക്രമിക്കുന്നു ഭയങ്കര 2-3 ചാനൽ കാണിച്ച്. അപ്പോൾ ആരും ഇത് അയച്ചു കൊടുത്തു. അവിടെ ഡൽഹി ഓഫീസിൽ മൊത്തത്തിൽ ഇതൊരു വലിയ സംസാര വിഷയം. ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പാണ്. അപ്പം ഈ പാസ്റ്റർ എന്ന് കേട്ടപ്പോഴേ, പാസ്റ്റർ ഇതെല്ലാം കേൾക്കുമ്പോൾ ആദ്യമേ ചോദ്യം എനിക്ക് വരും. നമ്മളതിൻ്റെ അപ്പോൾ രാജീവേട്ടൻ ഇതവിടെ ചർച്ച നടക്കുകയും രാജീവേട്ടൻ പറഞ്ഞു ഷോൺ ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഉണ്ടായ രാജീവേട്ടൻ്റെ PS പ്രസാദനുണ്ടായിരുന്നു. ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയപ്പോൾ അപ്പോൾ അവിടെ ഒരു മിൽമ ബൂത്ത് പോലൊരു കടയുണ്ട്. ഈ പറഞ്ഞ സംഭവം നടന്ന സ്ഥലത്ത് നമ്മുടെ പാർട്ടിക്കാരുണ്ട്, അവരെ അങ്ങനെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം അത് പറഞ്ഞ് എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഒരു അരമണിക്കൂർ ഇവിടെ വന്ന ഒരാൾ, ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. മൈക്കുമായിട്ട് ഒരു വണ്ടിയെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പാസ്റ്റർ വന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡിൽ 3-4 ക്യാമറക്കാർ വന്നു. അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വന്നതിന് ശേഷം ഒരു വണ്ടിയിൽ കുറേ ആളുകൾ ഈ കാവി കൊടിയും കാവി തൊപ്പിയും കയ്യിൽ റിബണും ഒക്കെ ആയിട്ടും കുറേ പേര് വരുന്നു. ഇവർ വന്ന് വണ്ടി നിർത്തുന്നു. ഈ പാസ്റ്റർ എടുത്തിട്ടിരിക്കുന്നു. ക്യാമറക്കാർ ഓടി വരുന്നു, വീഡിയോ എടുക്കുന്നു. ഈ അക്രമി സംഘം ഒരു 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോകുന്നു. ക്യാമറ തിരിച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പോകുന്നു. വിഷ്വൽ പുറത്ത് വന്നു. ഡൽഹിയിൽ ബജരംഗങ്ങളുടെ ക്രൈസ്തവ ആക്രമണം. ഈ സംഭവം ശരിക്കും പറഞ്ഞ ഒരു ക്രിയേറ്റഡ് ഡ്രാമയായിരുന്നു. ശരി, ഇത് ഈ ഇലക്ഷൻ നോക്കൂ. ഈ ഇലക്ഷൻ ഈ 15 ദിവസമുണ്ട്. ഇവിടെയും ചെയ്യും, പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ? എവിടെയും ചെയ്യും. ഇപ്പം ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകൾ ജയത്തിലേക്ക് പോകുമ്പോൾ സഹിക്കാൻ മേലാതെ ഇനി ഒരാവശ്യമില്ലെങ്കിലും ഓർത്തിൻ്റെ പോലെ എന്തെങ്കിലും എഴുതി വെച്ചോ. ഇപ്പം ഇവിടെ ഇത് പറഞ്ഞ പക്ഷേ പാലയിലേക്കില്ല. പാലയിൽ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞ പോലെ ഒരു മതപ്രവർത്തനം നടത്തുന്ന ക്രിസ്ത്യാനികളെല്ലാവരും അങ്ങനെയാണെന്ന് കരുതുന്ന പോലെ തന്നെയാണ്. ഒരു 95% മുസ്ലിം ജനതയും വളരെ നല്ല മനുഷ്യരും അവനവൻ്റെ ജോലി ചെയ്ത് ജീവിക്കുന്നവരും. പക്ഷേ ഇതിലൊരു 5% ഈ ഒരു മിലിറ്റൻസി സ്വഭാവമുള്ളത്. എങ്ങനെയാണ് ഈ മുസ്ലിം സമുദായത്തെ BJPയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? അതിന് നിങ്ങളുടെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം അമിത്ഷാജിയുടെ അടുത്ത് ഈ ചോദ്യം CK പത്മനാഭൻ പപ്പേട്ടൻ ചോദിച്ചു. അപ്പം അമിത്ഷാജി പറഞ്ഞൊരു കാര്യം, നമ്മൾ മുസ്ലിം വിരുദ്ധരാണെന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. നമ്മൾക്ക് an appeasement to a community is an injustice to another community. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻജസ്റ്റിസിനെതിരെ നമ്മൾ നിലകൊണ്ടിട്ടുള്ളൂ. നാളെ അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി വന്നാലും അവരോടൊപ്പം നമ്മൾ നിൽക്കും, ഒരു സംശയമില്ല. പക്ഷേ ഇതിന് കേരളത്തിലാണ് ഈ പ്രശ്നം. ബാക്കി സംസ്ഥാനം UP-യിലെടുത്ത് നോക്കി, മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ന് BJPയോടൊപ്പമാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള സീനിയർ പഴയ കോൺഗ്രസ് നേതാക്കന്മാരിന്ന് BJPയുടെ ഭാഗമാണ്. അപ്പം ഇതിനുള്ള പ്രശ്നം എന്നറിയോ, ഇവിടെ ഈ ആൻറ്റി നാഷണൽ എലമെൻസിനെ ഇവിടുത്തെ പ്രബല കക്ഷികളായ LDFും UDFും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇതിൻ്റെ അപകടം. അപ്പോൾ അതുകൊണ്ട് ഉള്ള പ്രശ്നം വെച്ചാൽ ഇവർക്കൊരു ജനാധിപത്യ സ്വഭാവം കിട്ടുകയാണ്. അപ്പോൾ ഇവർ അതിനൊരു എന്നാ പറയുന്നത്, ഇവിടെ ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നത് ഈ SDP ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഇവരെ കൊണ്ടുവന്നത് ഇവർ കോൺഗ്രസ് CPM ആണ്. 95% മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളും തീവ്രവാദികളൊന്നുമല്ല. പക്ഷേ ഈ 95% പിതൃത്വം ഇവർക്ക് കൊടുത്തു. SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്കുമാണ് കേരളത്തിലെ 80% മുസ്ലിമിൻ്റെ പിതൃത്വം. അത് ഈ കോൺഗ്രസ് CPM-ഉം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്ത തെറ്റാണ്. ഇന്ന് മുസ്ലിം സമുദായം അവരുടെ പിടിയിലാണ്. ഇവരെ വിട്ട് ഇപ്പം ഈരാറ്റുപേട്ടയിൽ SDP-ക്കെതിരെ ഒരാൾ സംസാരിച്ചു, അല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിച്ചു, കോൺട്ര ചെയ്തവനെ നശിപ്പിച്ചു കളയും. മനസ്സിലായില്ലേ? ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം, ഏതെങ്കിലും ഒരു CPM-ന്, പണ്ട് CPM-ന് ഈ ജാതിയില്ല, മതമില്ല, സോഷ്യലിസവും കമ്മ്യൂണിസവും കത്തുന്നൊരു കാലഘട്ടത്തിൽ തൻ്റെ ഇടമായിട്ട് ഞാൻ ഉള്ളിനുള്ളിൽ ബഹുമാനിച്ചിട്ടുണ്ട്. ഏത് സമുദായത്തോടും പോടാ പുല്ലെന്ന് പറയുന്നൊരു CPM ഉണ്ടായിരുന്നു. ഇന്ന് പറ്റുമോ? ഇന്ന് SDP-ക്കെതിരെയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഷോൺ ജോർജ് പറയുന്നു, എനിക്ക് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒരു വോട്ടും വേണ്ട, അവരുടെ ഒരു സഹായം വേണ്ട, ജീവിതകാലത്തിൽ അവരുടെ സഹായം ജയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാൻ പറ്റുമോ VD സതീശൻ? പറയാൻ പറ്റുമോ പിണറായി വിജയൻ? അത് BJP-ക്കാരന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഇനിയെങ്കിലും മുസ്ലിം സമുദായം ഈ ആപത്തിനെ തിരിച്ചറിഞ്ഞ് ഇവരെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെങ്കിൽ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ പോലെ 100% മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ജനം വിലയിരുത്തും. അപ്പോൾ നമുക്കിനി രാജീവ് ചന്ദ്രശേഖരൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യം, ശശി തരൂർ, ശ്രീലേഖ IPS ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാരല്ലാത്തതിൻ്റെ പേരിൽ
രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു കൂടാണല്ലോ. ഈ തന്ത്രശാലികളല്ലാത്തതുകൊണ്ട് പല അബദ്ധങ്ങളിൽ ഇത് ചാടാറുണ്ട്. ഇതുപോലെ തന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല, പക്ഷേ ഗംഭീര ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടാണ് ഈ പാർട്ടിയെ നയിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെ പരിചയമില്ലായ്മയുടെ ഒരു അഭാവം ഉണ്ടാകാറുണ്ടോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ? ഒരിക്കലില്ല. പുള്ളി പിന്നെ ഗ്രാസ് റൂട്ട് പൊളിറ്റീഷ്യൻസിന് എന്ന നിലയിലല്ലല്ലോ രാജീവേട്ടൻ നമ്മളെ കാണുന്നത്. പക്ഷേ അദ്ദേഹം ഒരു നല്ല പൊളിറ്റീഷ്യനാണ്. കാരണം രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ നമ്മൾ പോലും അദ്ദേഹത്തെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം അഗ്രഗണ്യനാണ് ആ കാര്യത്തിൽ. ബേസ് റൂട്ട് പൊളിറ്റീഷ്യൻ. അപ്പം അദ്ദേഹത്തിന് ഇപ്പം എന്നെ പോലെ ചായക്കടയിൽ കയറുന്ന രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്ന ആളല്ല. അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിൻ്റെ സമയം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആളുമല്ല. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയും IT, അദ്ദേഹം മന്ത്രി അല്ലെങ്കിൽ പോലും IT ഉപദേഷ്ടാവ് അദ്ദേഹം തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു തീരുമാനം മോദിജി എടുക്കാറില്ല പല കാര്യങ്ങളും ആണ് എൻ്റെ വിശ്വാസം. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാളെ കേരളത്തിൽ കിട്ടിയതൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അപ്പനൊപ്പം അത്രയും എനിക്ക് വ്യക്തിപരമായ സേവനം. പക്ഷെ അതിനപ്പുറത്തോട്ട് ഞാനൊക്കെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യനെ പോലെ അല്ല പണിയെടുത്തിട്ടുള്ളത്. ഒരു IT കമ്പനിയിലെ പ്രൊഫഷണലെ പോലെ ഞങ്ങളെ കൊണ്ട്. കാരണം ഓരോരുത്തർക്കും ഉള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കും. ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം, അത് എങ്ങനെയാണെന്ന് പുള്ളി മനസ്സിലാക്കിയാൽ അയാൾ ആ പണി മാത്രം ഏൽപ്പിക്കും, വേറെ പണി ഏൽപ്പിക്കും. ആ ജോലിയാണ് അയാൾക്ക് കൊടുക്കുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ അത്തരം കാര്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരാളെ ഒബ്സർവ് ചെയ്യും, അയാളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയും, പിന്നെ അയാളെ മാത്രം പണി ഏൽപ്പിക്കുള്ളൂ. ഇപ്പം കേരളത്തിൽ എനിക്ക് മാത്രം ഡെസിഗ്നേറ്റ് ചെയ്ത് കുറേ ജോലികളുണ്ട്. അത് ഞാൻ പറയാതെ അദ്ദേഹം വേറെ ആർക്കും അതിനകത്ത് ഇടപെടാൻ അദ്ദേഹം സമ്മതിക്കും. നേരെ മറിച്ച് എനിക്ക് പരിചയമില്ലാത്ത മേഖലയിൽ ഞാൻ അഭിപ്രായം പറയാനും പുള്ളി സമ്മതിക്കാം. ഷോണിന്റെ ജോലി അതാണ്, ജോലി ഇതല്ല. അപ്പം എല്ലാവർക്കും ഓരോ ജോലികൾ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ആ ജോലികളെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് തിരിച്ചു കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് 20 മണിക്കൂർ പണിയെടുപ്പിച്ചാൽ 22 മണിക്കൂർ പുള്ളി അദ്ദേഹം ജോലി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഷോണായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ച 2 കാര്യങ്ങളുണ്ട് രാജുവിനെ പറ്റി പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞാൽ അത് നോട്ടായിട്ട് താ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ സ്വഭാവം. 2, എന്ത് കാര്യം ഉണ്ടെങ്കിലും 1 മാസം കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നെങ്കിൽ തിരിച്ചു വിളിച്ച് അത് പരിഹരിച്ച് കിട്ടുമെന്ന് പറയുന്നൊരു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ വിളിച്ചു നോട്ട് അയക്കാൻ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ വെച്ചാൽ ഇത് ഫോർവേഡ് ചെയ്യാനാണ്. വെച്ചാൽ മാത്രമല്ല ഞാൻ കൊടുത്തൊരു നോട്ട് അദ്ദേഹത്തിന് കിടപ്പുണ്ട്. ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അദ്ദേഹത്തിന് കിടപ്പുണ്ട്. നാളെ അത് ഞാനും മാറ്റി പറയല്ലോ. അത് മാത്രമല്ല അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് ഒരു കാര്യം പഠിക്കാതെ ഒരു തീരുമാനം എടുക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണലിസമാണ്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യം പറഞ്ഞില്ല, തിരക്കുകളിൽ ഇതുപോലെ ഹെക്ടിക് ഷെഡ്യൂളിൽ വരുമ്പോൾ നമ്മൾ കുറേ കാര്യം മറക്കില്ല, ഒരു കാര്യം മറക്കില്ല. 2 മാസം കഴിഞ്ഞിട്ടാണ് ഷോണെ അന്ന് പറഞ്ഞ കാര്യം അപ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ പുറകെത്തും. അപ്പം ഒരു ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു ചെറിയ അപേക്ഷ, ഒരു നിസ്സാരമായ ഒരു അപേക്ഷയാണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് 1 ലക്ഷം അദ്ദേഹം ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയല്ലോ. കേരളത്തിലെ 30 സംഘടനാ ജില്ലാ ആസ്ഥാനത്ത് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. 1 ലക്ഷത്തിലധികം അപേക്ഷ പ്രോസസ്സ് ചെയ്യും. 1 ലക്ഷത്തിലധികം. രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ നമ്മളൊരു കത്ത് കൊണ്ട് കൊടുത്താൽ, ഇപ്പം നമ്മൾ അതിനു മുമ്പ് ഒത്തിരി മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഒത്തിരി നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അപേക്ഷ മേടിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അപേക്ഷ എത്തിയാൽ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അതിനൊരു തീരുമാനവും മറുപടിയും നമുക്ക് ലഭിച്ചിരിക്കും. അദ്ദേഹം അങ്ങനെയായിരുന്നു പണ്ട്. നമ്മളിപ്പോൾ ഞാൻ പുതുപ്പള്ളിക്കാരനായിട്ട് പറയാം, എന്ത് കാര്യത്തിനാന്നാലും അപ്പം തന്നെ അദ്ദേഹം കത്ത് തരും. അത് പിന്നെ ഫോളോ അപ്പ് ആക്കുന്നത്. പക്ഷെ പുള്ളി തരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞാൽ സാറിന് കുറെ ക്വാളിറ്റി തീർച്ചയായിട്ടും. ഈ കത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അല്ല സാറിൻ്റെ എന്നാ പറയുന്നത്, ആര് എന്ന് പറഞ്ഞാലും അപ്പം ഫോൺ എടുത്ത് വിളിക്കും. ആരാണ് അപ്പം വിളിക്കും. നടക്കുമോ നടക്കാതെന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു. അല്ലെ 90% ആളുകൾക്കും അവരുടെ കാര്യം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് ഏറെക്കുറെ അറിയാം. ട്രൈ ചെയ്യുന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഞാൻ സാറിനെ തോപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി ഒന്ന് പാല കാണണ്ടേ, ഡ്രൈവ് ചെയ്ത് താങ്കൾ ഷോണിന് ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കാരണം പണ്ടോട്ടെ 11 വയസ്സിൽ ഓടിച്ചു തുടങ്ങില്ല. ഞാനൊക്കെ ഏകദേശം പ്രായത്തിലുണ്ട്. ഞാൻ പിന്നെ MBDA പഠിച്ചാൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പാലായുടെ വികസന സാധ്യതകൾ ഒന്ന് വിലയിരുത്തി ഒന്ന് കറങ്ങി വരാം. ഇതിപ്പോൾ അല്ലേ, ഈ വണ്ടിക്ക് ഒരു കാവ്യ നിറയൊക്കെ അടിക്കായിരുന്നു വൈറ്റിന്. അതുകൊണ്ട് കാവ്യുണ്ടല്ലോ, കൂടിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഷോൺ ജോർജിൻ്റെ കൂടെ ഷോണിൻ്റെ സ്റ്റാർ റോക്സിൽ സഞ്ചരിക്കുകയാണ്. പാലായിലേക്കാണല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പാല സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാല ഇപ്പം രണ്ടിടത്ത് ചോദിക്കാം ഞാൻ ഈ ചോദിക്കാൻ പോകുന്നത്. ഒന്ന്, എന്തിന് ഷോണിനെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ചോദ്യം. 2,
ഷോണിൻ്റെ മനസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്കുള്ള എനിക്കൊന്ന് ഇവിടുത്തെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഏകദേശം 70 വയസ്സിനടുത്തുള്ള ആൾക്കാരാണ് അല്ലെ, മെയിൻ 2 പേരും 60 above ആണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിലൊക്കെ വളരെ ചെറുപ്പമായിട്ടുള്ള ഷോണിൻ്റെ മനസ്സിലുള്ള ഒരു വികസന സാധ്യത എന്താണ് പാലായുടെ? പാലായുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്ത് പാലായുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതിന് ഈ ലോട്ടറിയും കള്ളും കൊണ്ട് മാത്രം ദൈനംദിന ജീവിതം നയിക്കുന്ന സംസ്ഥാന സർക്കാരിനോട് ഒന്നും ചെയ്യാനില്ല. ശരിക്കും ഇവിടുത്തെ ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും. ഇവിടുന്ന് ഇതുപോലെ മൈഗ്രേഷൻ നടന്ന വേറൊരു സ്ഥലം കാണില്ല. പാലാണ് അതിന്റെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ സ്ഥലം. ഇവിടെ ഒരു വീട്ടിലും ചെറുപ്പക്കാരില്ല. ഗൾഫ് അല്ലെന്നുള്ള വിദേശ രാജ്യങ്ങളിലോട്ട് ശരിക്കും പറഞ്ഞാൽ പലായനം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കാം. ഇവിടുന്ന് മൈഗ്രേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഇപ്പം ഇതിന്റെ പുറകെ ഇപ്പം UK പല രൂപതയുടെ പള്ളികളായി, പല രൂപതയുടെ മറ്റേ അരമനയായി UK കാരണം അത്ര ആളവിടെയായി. അപ്പം ഇവിടെ അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി സാമ്പത്തികമായി ഈ നാട് രക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഇനിയൊരു തലമുറ പോയൊരു തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇനിയൊരു തലമുറ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട് ആരുമില്ലാത്തൊരു ഡെസേർട്ട് പോലെയാവും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാ പോകുന്നത്. പല വീടുകളും വൃദ്ധസദനങ്ങൾ പോലെയാ. വല്യപ്പനും വല്യമ്മയും 2 പട്ടിക്കുഞ്ഞുങ്ങളും കാണും. അതാണ് ഓരോ വീട്ടിലെ അവസ്ഥ. അപ്പൊ അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ ഇവിടെ വന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക നില രക്ഷപ്പെടണം. അതിന് ഞാൻ കാണുന്ന മാർഗം കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലേ ഫ്രൂട്ട് വില്ലേജ്, ഇവിടുത്തെ കൃഷിയും ടൂറിസവും അതുപോലെ IT, ഇത് 3ന്റെ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ഇതാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഇതാണ്. പിന്നെ പാലയുടെ പ്രശ്നങ്ങളുണ്ട്. ആ ബൈപ്പാസ് ഒന്ന് നോക്കി അത് കിടക്കാൻ കണ്ടിട്ടുണ്ടാരും. ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കണം. 8 വർഷമായിട്ട് കിടക്കുന്ന ഈ ഫ്രണ്ടിൽ ഒരു 10 സെന്റ് സ്ഥലത്തിന്റെ ലാൻഡ് അക്വസിഷൻ തടസ്സപ്പെട്ട് കിടക്കുന്ന അതിൽ പോലും ഒരുമിച്ച് നിന്ന് ഈ നാടിന്റെ വികസനമാണെന്ന് കണ്ട് നടപടി എടുക്കാൻ ഈ 2 പേർക്കും പിന്നെ എതിർ സ്ഥാനാർത്ഥിമാർ 2 പേർക്കും കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് സർക്കാർ ആശുപത്രി, റഫറൽ ഹോസ്പിറ്റൽ, KM മാണിയുടെ പേരിൽ സത്യം പറഞ്ഞാൽ മാണി സാറിനെ അവമാനിക്കുന്നതിന് തുല്യമാണ് ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. മനസ്സിലായില്ലേ? മാണി സാറിന്റെ പേരാണ്. ഇവിടെ ഈ KM മാണി റഫറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലാണ്, അതിപ്പോൾ റഫറൽ ഹോസ്പിറ്റലായി. ഇവിടെ വരുന്നവരെല്ലാം അപ്പോഴേ മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ പറയാൻ വേണ്ടി എന്തിനാ ഹോസ്പിറ്റൽ? മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോളാൻ പറയാൻ ഹോസ്പിറ്റൽ ആവശ്യമില്ല. ഇവിടെ ഒരു പ്യൂണിനെ ഇരുത്തിയാൽ പോലെ. അതാണ് ഇതിന്റെ അവസ്ഥ. കാരണം പാലാടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇത്രയും ഈ പാലയെ കാണുന്നതെല്ലാം പാലക്കാരുണ്ടാക്കിയത്, സർക്കാരിൻ്റെ ഒന്നും എല്ലാം പാലക്കാരുണ്ടാക്കിയതാണ്. അപ്പോൾ അവർക്ക് ഇനി മുമ്പോട്ടുള്ള ഇവിടെ കഴിഞ്ഞ ദിവസം വ്യാപാരികൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പാലായിലെ ക്രൗഡ് അല്ലെങ്കിൽ പാലാ നഗരത്തിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് ആളുകൾ കുറവാണ്. ഇവിടെ ഷോപ്പിങ്ങിനാണെങ്കിലും പാലാ ടൗണിൽ ഭയങ്കര ആളുകൾ കുറവാണ്. ഓരോ കടകൾ കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര മോശമാണെന്ന് അവർ പറയുന്നത്. അപ്പൊ ജനമില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇതിങ്ങനെ തുടർന്നാൽ 10 വർഷം കഴിയുമ്പോൾ വിജനമായി മാറും. അപ്പൊ അതിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ വരണം. കൂടുതൽ ആളുകൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദേശത്തോട്ട് പോയതും അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് തിരിച്ചു പാലായിൽ വന്ന് ജോലി ചെയ്തും കൃഷി ചെയ്തും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഞാൻ ലക്ഷ്യം വെക്കുന്നതാണ്. ഇപ്പം ഈ പാലായുടെ മൊത്തത്തിലുള്ളൊരു വികസനം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സാധ്യതയെപ്പറ്റി നമ്മൾ BJPയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് സംസാരിക്കുകയും അവരുടെ ഫുൾ സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന ഉറപ്പാണ്. കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ UDF ആണോ LDF ആണോ കേരളം ഭരിക്കാൻ പോകുന്ന അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും അല്ല അത് തന്നെ ഷോൺ തന്നെ ഇത്തവണ നമ്മൾ ഭരിക്കുമെന്ന് പറഞ്ഞില്ല എന്നോട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒന്നും സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ അവരെ ബൈപ്പാസ് ചെയ്ത് BJP വേണ്ട കാര്യങ്ങൾ പാലയ്ക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് തോന്നുന്നു. ഇവരുടെ ആരുടെയും ഒരു ഓശാരമില്ലാതെ പാലായുടെ ഡെവലപ്മെന്റ് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിനുള്ള കഴിവ് എനിക്ക് പ്രാപ്തിയും രാഷ്ട്രീയ ബന്ധവും എനിക്കുണ്ടെന്ന് പാലാക്കാർക്കും നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല പാലാ BJP ജയിച്ചാൽ പിന്നെ ഇത് ആരുടെ മണ്ഡലമാണ്? മോദിജിയുടെ മണ്ഡലമാണ്. പിന്നെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് മാത്രമല്ല എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം പാലാ എന്ന് പറയുന്നത് പാലാ പിടിച്ചെടുത്തുകൊണ്ട് ഷോൺ ജോർജ് എന്നാൽ ഷോൺ ജോർജ് ചോദിക്കുന്ന എന്തും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകും. മാത്രമല്ല ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഇനി ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ഒരു ജനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് ചെയ്യാൻ മോദി സർക്കാരിനെ കഴിയും. അല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ലോട്ടറിയുടെയും കള്ളിന്റെയും മാത്രം പൈസ കൊണ്ട് ഒരു ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം ഓടുന്ന ഒരു സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണ്. ഇപ്പം ഈ പറഞ്ഞതെല്ലാം പക്ഷേ പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ നിങ്ങൾക്കൊരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിൽ വന്നു പോയി
ഒരു ദിവസത്തെ ലൈഫേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇനി 5 വർഷം ഉണ്ട്. അപ്പം പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ഞാൻ തിരിച്ചു വന്ന് ചോദിക്കും. 5 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ ഇവിടെ വരുമ്പോൾ ഇന്ന് കാണുന്ന ഫലം ആയിരിക്കില്ലെന്ന് എഴുതി വെച്ചു. ആണല്ലേ, വെരി ഗുഡ്. അത് ആ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും കേൾക്കുന്നതിന് സന്തോഷമുള്ളൊരു അല്ല. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ ഞങ്ങൾക്കുണ്ട്, രാജീവ് ചന്ദ്രശേഖർ. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒന്ന് പോയി നോക്ക്. അവരെ ആഴ്ചയിൽ 1 കൗൺസിലർമാരെ പിടിച്ചിരുന്നു. 2 ദിവസം കൂടുമ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും റിപ്പോർട്ട് ചെയ്യും. കാരണം അദ്ദേഹം ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് 5 കൊല്ലം കൊണ്ട് അത് പൂർത്തീകരിച്ചേ പറ്റൂ. അതെ, ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഞാനിവിടെ പറയുന്ന പ്രകടന പത്രിക ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അപ്രൂവൽ മേടിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ പറയുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ധാരാളം സഹായങ്ങൾ വേണ്ട കാര്യങ്ങളാണ്. ഞാനീ പറഞ്ഞല്ല അപ്രൂവൽ മേടിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ആരേക്കാൾ കൂടുതൽ വെരിഫൈ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഈ കപ്പലിന് കപ്പിത്താൻ ഉണ്ടെന്ന് വെറുതെ പറയുന്നതല്ല. ഈ കപ്പലിന് കപ്പിത്താനുണ്ട്, നല്ല 1-ാം തരം കപ്പിത്താനാ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. ഓക്കെ, ഏതായാലും സന്തോഷമുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഫാദറിനെ പറ്റിയാണ്. ജഗതി ചേട്ടൻ്റെ കാര്യത്തിൽ ഇപ്പം ഷോൺ മത്സരിക്കുന്നു അദ്ദേഹത്തിന് അറിയാമോ? ഞാൻ പറഞ്ഞു അനുഗ്രഹം വാങ്ങിച്ചിരുന്നു, ഞാൻ മത്സരിക്കാൻ പോവാണെന്ന് പപ്പയോട് പറഞ്ഞു. പപ്പയുടെ അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. പിന്നെ അദ്ദേഹം അറിയില്ല, വർത്താനം പറയാൻ കഴിയില്ല, സന്തോഷം എല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എല്ലാം മനസ്സിലാകുന്നൊക്കെ ഉണ്ടോ കാര്യങ്ങൾ? നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പപ്പയ്ക്ക് മനസ്സിലാവും. പിന്നെ റെസ്പോണ്ട് ചെയ്ത് വേണോ വേണ്ടയോ എന്ന് എപ്പോഴും അദ്ദേഹം പറയും. വേണമെങ്കിൽ വേണ്ടെന്ന് പറയും, വേണമെങ്കിൽ വേണമെന്ന് പറയും. അത് ആംഗ്യത്തിൽ കാണിക്കുന്നുള്ളൂ, പക്ഷെ അദ്ദേഹം അത് കൃത്യമായി പറയും. അപ്പോൾ ഈ കല്യാണം നിങ്ങൾ തമ്മിൽ പ്രേമിച്ച് നടന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? കാരണം ഈ പി.സി. ജോർജ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സിൽ പേടിയാ. അങ്ങനെ ഗണാഗിരിയുടെ വീട്ടിലേക്കാണല്ലോ എൻ്റെ മകൾ വരുന്നതെന്നൊരു പേടി ഉണ്ടായിരുന്നോ? അല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം പി.സി. ജോർജ്. പി.സി. ജോർജിന് നല്ലൊരു അപ്പൻ, നല്ലൊരു അമ്മ. ഞാൻ അതേ പറഞ്ഞത്, നല്ലൊരു അപ്പൻ, അമ്മ. പയ്യനെ കുറിച്ച് അന്വേഷിച്ചു, വേറെ മോശമൊന്നുമില്ല, അത്ര അദ്ദേഹം ചിന്തിച്ചോളൂ. നല്ല കുടുംബമാണ്, അല്ല അവകാശം മോശമൊന്നും പറയാൻ പറ്റില്ല. വളരെ സിമ്പിളായിരുന്നു. ഞാൻ ഇത്രയും ഫോർവേഡായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പാറിൻ്റെ അടുത്ത് പറഞ്ഞു, പാറു വീട്ടിൽ പറഞ്ഞു. അപ്പം അദ്ദേഹം ഫസ്റ്റ് റൗണ്ട് ഒരു അന്വേഷണമൊക്കെ നടത്തിയെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ദിവസം കാഞ്ഞിരപ്പള്ളി വന്നപ്പം എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന്, ഞാൻ വിറച്ച പോയത്. അത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പുള്ളിയെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മായിപ്പൻ എന്നുള്ള നിലയിൽ മകളെ പെണ്ണി ചോദിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കിടക്കുണ്ടാവില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെന്നു, വരുമാനം ഇരിക്കും. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പാറുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കട്ടെ, ഷോണിൻ്റെ പേരൻസുമായിട്ട് ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തരും, ഞാനതിനെതിരല്ല. മറ്റൊന്നും നിങ്ങളുടെ ഇടയിൽ തടസ്സമാകരുത്. നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ജീവിതം ആരെ എങ്ങനെ ജീവിക്കണം നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അദ്ദേഹം അച്ഛനോട് പരിചയമുണ്ടോ? അറിയാം. ജഗത്സുകുമാരൻ ബി സി ജോർജ് ജഗത്സുകുമാരൻ അറിയാൻ ബുദ്ധിമുട്ടില്ല. അല്ല, ക്ലോസ് റിലേഷൻ ഒന്നുമില്ല. പക്ഷെ ഇവര് കല്യാണം കഴിഞ്ഞ് സത്യം പറഞ്ഞ ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയെന്ന് വേണേൽ പറയാം. ഇവര് ഭയങ്കര കൂട്ടായിരുന്നു. ഇവര് പപ്പ വീട്ടിൽ വരും, രണ്ടുപേരും കൂടെ ഒരുമിച്ച് മണിക്കൂറുകൾ ഇന്ന് വർത്താനം പറയും. കുക്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇവർ തമ്മിൽ ഭയങ്കര ഇവരുടെ ഒരു വൈബ് ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ വളരെ സ്മൂത്ത് ആയി തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ പഠിത്തം കഴിഞ്ഞ് ജസ്റ്റിങ് ഇറങ്ങിയതുള്ളൂ. അപ്പൊ എനിക്കൊരു 2-3 വർഷം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു വരുമാനം വേണമല്ലോ, ഒരു ഭാര്യയൊക്കെ വരുമ്പോൾ. അപ്പോൾ വീട്ടിൽ ഇപ്പം പറഞ്ഞാലേ പറമ്പിലെ വരുമാനം വീട്ടിലെ കാര്യങ്ങളല്ലേ, പഴം പറിച്ചു കൊടുത്താൽ പോരല്ലോ. സത്യം പറഞ്ഞാൽ കുറച്ചു കാലം അങ്ങനെയായിരുന്നു. അവളായതുകൊണ്ട് എൻ്റെ കൂടെ ജീവിച്ചു. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഒരു 5000 രൂപ പോലും വരുമാനമില്ല. അപ്പൊ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് പപ്പാട് ചോദിച്ചു മേടിക്കുന്ന കാശും പപ്പയുടെ പോക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കാശും. അത് പപ്പായ്ക്ക് അനുവദനീയമായ എൻ്റെ അടിച്ചുമാറ്റലുണ്ട്. ഞാൻ എന്നാ കാണിച്ചാലും ഒരു 1-ാം തീയതിക്ക് 5-ാം തീയതി കടയിലാണ് പപ്പയുടെ പോക്കറ്റിൽ കാശുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ അടിച്ചു മാറ്റുന്നത്. പപ്പായ്ക്ക് അറിയാം. സ്റ്റിൽ ഇപ്പോഴും പപ്പ അവിടെ ഷർട്ട് തൂക്കിയിട്ട് കണ്ട അതിനകത്തൊരു 500 രൂപ ഞാൻ എടുക്കും. അത് എൻ്റെ അവകാശമാണ്. ഞാൻ ഇപ്പോഴും എടുക്കും, സീരിയസ്ലി. അത് പറയാതും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പട പോക്കറ്റ് ഞാൻ എടുക്കും, അതിനാണ് ഞാൻ എടുക്കും. അത് മോഷണമല്ല, പക്ഷെ അതൊരു ഹരമാണ്. ഈ സ്റ്റിൽ ഇന്ന് ഈ 43-ാം വയസ്സിലും അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ എടുക്കുന്നത് എനിക്കൊരു സന്തോഷമാണ്. നേരെയുള്ള പൈസയാണ്. അപ്പൊ എന്താണ് അച്ഛൻ്റെ വിജയ സാധ്യത കാണുന്നത്? പി.സി. ജോർജ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചില തെറ്റിദ്ധാരണകളുണ്ടായി. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലാണ് കൺസോളിഡേറ്റ് ചെയ്ത് പപ്പായ്ക്കെതിരെ വോട്ട് ചെയ്തത്.
പക്ഷെ ഇപ്പം ആ തെറ്റിദ്ധാരണ ഇല്ല. മാത്രമല്ല PC ജോർജിനെ പോലെ ഒരാളെ, PC ജോർജിനെ നിയമസഭയിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം PC ജോർജ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയാൻ, അതായത് ആർക്കും പറയാൻ മേലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. സമുദായം നോക്കിയും പ്രീണനം നോക്കിയും വോട്ട് നോക്കിയും മാത്രം മിണ്ടാതിരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷത്തിനിടയിൽ PC ജോർജിനെ പോലെ ഒരാൾ നിയമസഭയിൽ ഉണ്ടാകുക, അത് ഈ നാടിൻ്റെ അവസ്ഥ, പൂഞ്ഞാറിൻ്റെ ആവശ്യം മാത്രമല്ല, ഈ നാടിന് വേണ്ടി പൂഞ്ഞാർ ജനത ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞില്ല, ഓഫ് കോഴ്സ് ഐ എം ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ശരിയാ അദ്ദേഹം പറയുന്നതിന്, പക്ഷെ അദ്ദേഹം പറയുന്ന ഏതെങ്കിലും കാര്യം തെറ്റാന്ന് പറഞ്ഞു തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പം പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം എന്നെ പറഞ്ഞു രണ്ടെണ്ണം അടിക്കണം, പാലക്കാരൻ ക്രിസ്ത്യാനി അടിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒത്തിരി പേര് വിവരിച്ചു. അഡിക്ഷൻ ആണുള്ള പ്രശ്നം, അല്ലാതെ എന്നാ പിന്നെ ഗവൺമെന്റ് നിരോധിച്ചോ, ജോലി പറയുന്നതിനാണോ, സർക്കാരെങ്കിലും നിരോധിച്ചാൽ മദ്യം നിരോധിച്ചാൽ. അപ്പം ഈ അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ്, അതിന് മനസ്സിൽ വരുന്ന കാര്യം അപ്പം പറയും, അല്ലാതെ അവിടെയും വോട്ട് നോക്കിയും വോട്ട് രാഷ്ട്രീയം നോക്കിയും അദ്ദേഹം വർത്തമാനം പറയാൻ നിൽക്കില്ല. പക്ഷെ ആ PC ജോർജിനെ പൂഞ്ഞാറിന് അറിയാം, പൂഞ്ഞാറിന് ഇഷ്ടമാണ്, ആ റിസൾട്ട് ഇപ്രാവശ്യം ഉണ്ടാവും. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് 2 പേരാണ് നിയമസഭയിൽ എത്താൻ പോകുന്നതെന്നാണ്. അത് ഇന്നലെ പപ്പ പറഞ്ഞു, ഇവൻ ഞാൻ 2 പേര് അപ്പനും മകനും നിയമസഭയിലെത്തും. അപ്പൊ ഇവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് അറിയത്തില്ല, രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ രണ്ടും രണ്ടാണ്. പപ്പ പറയുന്നത് അപ്പൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, പക്ഷെ രാഷ്ട്രീയം പുള്ളി പറയുന്നത് ഞാൻ കേൾക്കില്ല. ഞാൻ എനിക്ക് എന്റേതായ നിലപാടുകളും തീരുമാനങ്ങളും ഉള്ള ആളാണ്. എന്തായാലും ഇപ്പം ഞാൻ ആദ്യം നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് മംഗലശ്ശേരി നീലകണ്ഠനായിട്ടാണ് ഞാൻ PC ജോർജിനെ കാണുന്നത്. പക്ഷേ മകൻ വളരെ അത്ര അഗ്രസീവ് അല്ല. പക്ഷെ അങ്ങനല്ല, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ കൃത്യമായ നിലപാടുകളുള്ള, രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും കൃത്യമായ നിലപാടുള്ള, വളരെ വികസന സാധ്യതകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളെന്ന് തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചേ, ഞാനും പപ്പായും തമ്മിൽ ഒരു പക്ഷെ പപ്പായേക്കാൾ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഞാനാണ്. പപ്പായുടെ എങ്ങനെയും കൺവിൻസ് ചെയ്യാൻ പറ്റും. എന്നോടിപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ എല്ലാ സമൂഹത്തിൽപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും പറയും പപ്പായെ എങ്ങനെയും കൺവിൻസ് ചെയ്യാം, എന്നെ കാരണം ഞാൻ കുറച്ചുകൂടെ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കി, ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കും. പപ്പ എടുത്തു ചാടി ഒരു കാര്യം തീരുമാനം എടുക്കും. ഞാൻ 50 പ്രാവശ്യം ആലോചിക്കാതെ ഒരു കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കാറുണ്ട്. അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും എൻ്റെ പറഞ്ഞ വാക്ക് മാറ്റേണ്ട വരണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പപ്പായി പലപ്പോഴും തെറ്റ് പറ്റും എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്, ക്ഷമിക്കണം എന്ന് പപ്പായി. ക്ഷമിക്കണം എന്നൊരു വാക്ക്, ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ ക്ഷമ ചോദിക്കണം, പക്ഷെ ക്ഷമിക്കണം എന്നൊരു വാക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ കർക്കശമായ നിലപാട് എന്ന് പറയുന്നത് പപ്പ പറയും, നിങ്ങളെ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി പണിയാണ് എന്ന് പറയും. കാരണം അത് എനിക്ക് ബോധ്യമില്ലാതെ ഞാനൊരു കാര്യം പഠിക്കില്ല. പിന്നെ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യത്തിൽ ഞാൻ ആരെങ്കിലും എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനും ഞാൻ അവിടെ കടിച്ചു തൂങ്ങാനറിയില്ല. തീർച്ചയായിട്ടും അത്തരം നിലപാടുകളായിട്ട് മുന്നോട്ട് പോവുക. അപ്പം പാലായിലെല്ലാ വിജയ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ PC ജോർജിനെ എനിക്ക് പരിചയമില്ല, എങ്കിലും അദ്ദേഹത്തോടും പറയാം നമ്മുടെ എല്ലാവിധ വിജയാശംസകളും. പിന്നെ ഈ പറഞ്ഞ പോലെ BJP ആകെ കുഴപ്പമാണ്, ഇന്ത്യ ഹിന്ദുത്വ പാർട്ടിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. വളരെയധികം വികസനം നമ്മളെപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഇനി അതിനോടൊപ്പം നിന്നേ കാര്യമുള്ളൂ. അത് തീർച്ചയായിട്ടും ജനങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കും. ഈ പറഞ്ഞ പോലെ എൻ്റെ പേര് ബൈജു എന്നാലായതുകൊണ്ട് ഞാൻ BJP ആണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസം. അതല്ല, ഞാൻ ഒരാളുടെ പേരുടെ കൂടെ നായരുണ്ട്, ഉടനെ അയാളെ BJP ആയി. ഇപ്പം അതല്ല, കാവി മുണ്ടെടുത്ത് CPM-കാരൻ കാവി മുണ്ടെടുത്താൽ, കാവി മുണ്ട് നമ്മൾ കാവി മുണ്ടും കറുത്തും നമ്മളെല്ലാം ഇടുന്നല്ലോ, കാവി മുണ്ടെടുത്ത് അവനപ്പോ സംഖ്യയായി. എന്താ അവസ്ഥയാണ് ഈ നാട്ടിലൊന്നും ആലോചിക്കുക. ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്നെ അങ്ങനെ കരുതുന്ന, ഞാൻ ആദ്യം ഗണേഷ് കുമാറിന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരു കൺഫ്യൂഷൻ ജനത്തിന്, അതിനുശേഷം VD സതീശൻ വരുന്നു, ഇപ്പൊ ഷോൺ ജോർജ് വരുന്നത്. അപ്പൊ ഞാൻ ഏതാണ് പാർട്ടി? എനിക്കൊരു പാർട്ടിയില്ല. ഞാൻ വികസനത്തിന് ഏത് പാർട്ടിയോടൊപ്പമാണോ വികസനം ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഷോണെ. അപ്പം ഇനി എന്തെങ്കിലും നമ്മുടെ പാലക്കാരോട് പറയാനുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ഇതിലൂടെ പറഞ്ഞേക്ക്. ഒന്നുമില്ല, ഞാൻ പാലായിലുണ്ടാവും. എൻ്റെ ജീവിതം ഇനി പാലായിലുണ്ടാകണം, പാലായിൽ ജീവിക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാലായിലെ ഓരോ സാധാരണക്കാരനൊപ്പം അവരൊരു സുഹൃത്തായി, സഹോദരനായി, ഒരു കുടുംബാംഗത്തെ പോലെ ഷോൺ ജോർജ് ഉണ്ടാവും. താങ്ക് യു. അപ്പോൾ എത്ര തിരക്കിലേക്ക് പോയാലും ബൈജു നായർ യൂട്യൂബ് ചാനൽ കാണാൻ മറക്കരുത്. അല്ല, ഞാൻ ചേട്ടൻ്റെ കൂടുതൽ റീൽസ് ആണ് കാണുന്നത്. ഈ ഫുള്ള് കാണാനുള്ള സമയം കിട്ടാറില്ല, എങ്കിൽ പോലും ചേട്ടൻ്റെ റീൽസ്, ചേട്ടൻ്റെ തഗ്ഗാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ തിരിച്ചു പോകാം, രാവിലെ പ്രചരണത്തിനൊക്കെ പോകണ്ടല്ലേ? യെസ്, താങ്ക് യു.